VK കുഞ്ഞാലിക്കുട്ടിയും ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്. പക്ഷേ കുറേയും കൂടി അയാൾ ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ എന്നൊക്കെ നിലക്ക് കുറച്ചും കൂടി അവധാനത കൊടുക്കുക. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടിയോടും അദ്ദേഹത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന എന്തൊക്കെ ഉണ്ടോ അതിനോട് അദ്ദേഹത്തിന് 100% കമ്മിറ്റ്മെൻറ്റ്. VD സതീശൻ ഒരു പൊളിറ്റിക്കൽ ലീഡർ, UDF. KT ജില്ലയിൽ കുറച്ച് വിദ്യാഭ്യാസം വിവരമൊക്കെയുള്ള മനുഷ്യനാണ്. പക്ഷേ MLA എന്നുള്ള അദ്ദേഹം ഫെയിലിയറാണ്. ഷാഫി പറമ്പിൽ കോൺഗ്രസ്സിന് ഒരു അസറ്റാണ്, കോൺഗ്രസിൻ്റെ ഒരു അസറ്റാണ്. സ്വാഭാവികമായിട്ടും BJPക്ക് ഭീഷണിയാവുമല്ലോ. BJP സംസ്ഥാന നിർവാഹക സമിതി അംഗവും മലപ്പുറം ജില്ലാ മുൻ പ്രസിഡന്റുമായ രവി തേലത്ത് നമ്മോടൊപ്പം ചേരുകയാണ്. സ്വാഗതം. നമസ്കാരം. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു? BJPയുടെ പ്രതീക്ഷകൾ എന്താണ്? BJPയുടെ പ്രതീക്ഷ ടോട്ടൽ കേരളത്തിൽ ഇത്തവണ ജയിക്കുന്ന പാർട്ടിയായി ജനം അംഗീകരിച്ച് ഒരു റിസൾട്ട് ഉണ്ടാകും എന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുന്നിലുള്ള ട്രെൻഡും ആ തരത്തിലാണ് ഉണ്ടായിരുന്നത്. സാധാരണഗതിയിൽ പാർലമെൻറ്റ് ഇലക്ഷനിൽ BJPക്ക് അനുകൂലമായിട്ടുള്ളൊരു വേവ് ഉണ്ടാകും. ലോക്കൽ ബോഡി ഇലക്ഷനിൽ ജയിക്കാൻ സാധ്യതയുള്ളിടത്തൊക്കെ സപ്പോർട്ട് വരും. അസംബ്ലിയിലും ആ തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാവാറ്. ഇത്തവണ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് മുതിർന്ന ലീഡേഴ്സ്, മുൻ MLAമാർ വരെ ഇങ്ങോട്ട് വന്ന് മത്സരിക്കുന്ന സാഹചര്യം BJPയിലേക്ക് ഉണ്ടായിരുന്നതാണ്. LDF UDF സ്വാഭാവികമായിട്ടും ടൈറ്റ് ഫൈറ്റ് നടക്കുമ്പോൾ ഭരണം പ്രതീക്ഷിക്കുന്ന ആളുകളൊക്കെ മാറാം. BJPയിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കോൺഫിഡൻസ്, തിരുവനന്തപുരത്ത് മാറാത്തത് മാറുമെന്നുള്ള നമ്മുടെ മുദ്രാവാക്യം സ്വീകരിച്ച മേയർ വന്ന് ഭരണം നമ്മുടെ കയ്യിൽ വന്ന് ആ ഒരു കോൺഫിഡൻസൊക്കെ വോട്ടർമാരിലുണ്ടായിട്ടുണ്ട്. അതർ പൊളിറ്റിക്കൽ പാർട്ടികളിൽ നിന്ന് BJPയോടൊപ്പം വരണം എന്ന് ആഗ്രഹിച്ച് എന്നാൽ BJP ജയിക്കുന്ന പാർട്ടി ആയിട്ടില്ല എന്ന് പറഞ്ഞ ആളുകൾക്കൊക്കെ അത് മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ ആ ഒരു വേവ് തെരഞ്ഞെടുപ്പിന് മുന്നേ ഉണ്ടായി, നന്നായിട്ടുണ്ടായി. അത് ഇത്തവണ ജയിക്കുന്ന പാർട്ടിയായി മാറും എന്നതാണ്. അത്തരത്തിൽ ഒരുപാട് സീറ്റുകൾ നമുക്ക് ജയിക്കാൻ പറ്റും. ഇത്തവണ കേരളത്തിലൊരു നിർണായകമായ ഒരു പൊളിറ്റിക്കൽ ഫോഴ്സായിട്ട് BJPയും NDAയും മാറും. മാറാത്തത് മാറുമെന്ന് BJPയുടെ ഒരു ക്യാപ്ഷൻ. അത് ചില മണ്ഡലങ്ങളിൽ BJPക്ക് തിരിച്ചടിയായിട്ടില്ല. നാട്ടിക പോലെയുള്ള മണ്ഡലങ്ങളിൽ BJPക്ക് അത് തിരിച്ചടിയായിരിക്കും. അല്ല, അതൊന്നുമില്ല. നമ്മൾ കോമൺ ആയിട്ടുള്ള പൊളിറ്റിക്സ് മാറുക എന്നുള്ളതാണ്. മാറാത്തത് മാറുമെന്ന് ഉദ്ദേശിച്ചത് അദ്ദേഹത്തിനെ ഒരു വ്യക്തികൾ ഇങ്ങോട്ട് വന്ന് മത്സരം അങ്ങോട്ട് കൊണ്ട് ചോദിക്കുക എന്നുള്ളതല്ല. ഇതൊരു മുന്നണി ഐഡിയോളജിയാണ്. ഭരിക്കാൻ വേണ്ടി പോകുന്ന സംസ്ഥാനത്തിൻ്റെ ഭരണം സ്ഥിരമായിട്ട് LDF UDF മാറി മാറി വരിക. അതിൻ്റെ അപ്പുറത്ത് BJPക്ക് വേണ്ടി അത് ഇത്തരം കാലമായിട്ട് വന്നിട്ടില്ല. സ്വാഭാവികമായിട്ട് ഇത് മാറില്ല എന്നുള്ള ജനങ്ങളുടെ ഒരു ധാരണയുണ്ട്. ആ ധാരണ മാറ്റാനുള്ളൊരു സ്ലോഗനാണ്. അതിപ്പോൾ ഇൻഡിവിജ്വലി ഒരു സ്ഥലത്ത് നാട്ടികയിലെ BJPയിലേക്ക് വന്ന MLAയെക്കുറിച്ച് ആളുകൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവില്ല. കേരളത്തിലെ ഏതെങ്കിലും ഒരു MLAക്ക് വീട് ജപ്തി ഭീഷണി വന്ന് 6 നോട്ടീസ് ഒട്ടിച്ചിട്ട് അദ്ദേഹത്തെ ആരോടും പറയാതിരുന്ന് അദ്ദേഹം സുഖമില്ലാതിരിക്കുമ്പോൾ കാണാൻ വന്ന ആളുകൾ ആ നോട്ടീസ് കണ്ട് ഇടപെട്ടിട്ടൊക്കെയാണ് അദ്ദേഹത്തിന് അതിൽ നിന്ന് മോചനം കിട്ടാൻ പറ്റിയിട്ടുള്ള സാഹചര്യം. അത്തരത്തിലൊരു സാധാരണക്കാരനായ MLA അദ്ദേഹം BJPയോട് വന്നത് അത് പോസിറ്റീവായിട്ടാണ് നമ്മൾ കാണുന്നത്. അതാണ്. എത്ര സീറ്റ് വരെ BJP സംസ്ഥാന നിലവിൽ പ്രതീക്ഷിക്കുന്നുണ്ട്? അത് കൃത്യമായിട്ട് നമുക്കിപ്പോൾ അങ്ങനെ ജനങ്ങളുടെ കയ്യിലുള്ളൊരു കാര്യമാണ്. എന്തായാലും രണ്ട് മുന്നണികൾക്കും വ്യക്തമായ ഭൂരിപക്ഷം കിട്ടാതെ ആ മുന്നണികളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് സർക്കാർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രൂപത്തിലുള്ള ഒരു 2 അക്ക നമ്പർ BJPക്ക് ഉണ്ടാവും. BJP രണ്ട് മുന്നണികൾക്ക് ഒരു വെല്ലുവിളിയായിട്ട് ഉണ്ടാവും എന്നാണ് നമ്മുടെ വിലയിരുത്തൽ, നിലവിലുള്ള വിലയിരുത്തൽ. ഇപ്പോൾ രവിയേട്ടനിലേക്ക് വരികയാണെങ്കിൽ 2 തവണ തവനൂരിനെ പ്രതികരിക്കാൻ അവസരം കിട്ടിയില്ല. NDA പ്രതിനിധീകരിച്ച് മത്സരിച്ചിട്ടുണ്ട്. കറക്റ്റ്. ഇപ്പം രണ്ടും ആ 2 തവണയും ശക്തമായ മത്സരമായിരുന്നു. ഇവിടെ തമിഴ്നാട്ടിലുണ്ടായിട്ടുണ്ടായിരുന്നു. ഇത്തവണ ജോയി നേടുക, അതല്ല KT ജില്ലയിൽ നിലനിർത്തുക, രണ്ടുപേരെ അട്ടിമറിച്ച് രവി തേലത്ത് അവിടെ അധികാരത്തിൽ സ്ഥാനം കൈയടക്കുമോ? സ്വാഭാവികമായിട്ടും 2016 ഞാനവിടെ മത്സരിക്കാൻ വരുന്ന സമയത്ത് ഇത്തവണത്തെ പോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റായിരുന്നു. KT ജില്ലയിലും LDF സ്വതന്ത്രനും കോൺഗ്രസിൻ്റെ കൈപ്പത്തിയിലുള്ള കാൻഡിഡേറ്റുകൾ ഉണ്ടായിരുന്നു. ആ മത്സരം നമ്മൾ സംബന്ധിച്ചിടത്തോളം തൊട്ട് മുന്നേ 7100 ഉണ്ടായിരുന്നത് 16,000 ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മാറ്റി. സ്വാഭാവികമായിട്ടും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കുറച്ച് കൂടുതൽ വോട്ട് കിട്ടാറുണ്ട്, അസംബ്ലിയിൽ ആ വോട്ട് വരാറില്ല എന്ന കേരളത്തിലെ കാര്യം ഞാൻ പറഞ്ഞു തന്നെയാണ്. അവിടുത്തെ മോഡൽ എല്ലാം ഒരേപോലെയാണ്, സാമ്പിൾ.
അപ്പോൾ ആ 16,000 നിന്ന് കഴിഞ്ഞ തവണ സ്വാഭാവികമായിട്ടും ജില്ലാ പ്രസിഡന്റ് എന്നുള്ള ചുമതല ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് മലപ്പുറം ബൈ ഇലക്ഷൻ വന്നു. പി.കെ. കുഞ്ഞാലിക്കുട്ടിമാർ MP സ്ഥാനം രാജിവെച്ച് ഇങ്ങോട്ട് മത്സരിക്കുമ്പോൾ അവിടെ AP അബ്ദുള്ളക്കുട്ടി നാഷണൽ വൈസ് പ്രസിഡന്റ് കാൻഡിഡേറ്റായി വന്നപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ അസംബ്ലിയിലും 16 അസംബ്ലിയിലും തെരഞ്ഞെടുപ്പും കൂടി നടക്കുമ്പോൾ ശ്രദ്ധിക്കാൻ ത്രൂ ഔട്ട് കേരളത്തിൽ നിന്ന് ലീഡേഴ്സ് വന്നേക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ചുമതല എനിക്കായിരുന്നു, ഇലക്ഷൻ്റെ ചുമതല. അതുകൊണ്ട് കഴിഞ്ഞ തവണ ഞാൻ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സീറ്റ് BDJSന് കഴിഞ്ഞ തവണ അവർ ചർച്ച ചെയ്ത് വാങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പോയി. അവിടെ UDFൻ്റെ സ്വതന്ത്രം ആയിട്ട് കാൻഡിഡേറ്റ് വന്നു. LDFൻ്റെ സ്ഥിരം സ്വതന്ത്രമായിട്ടുള്ള, അതായത് വീണ്ടും മത്സരിച്ച കൈപ്പത്തി ചിഹ്നത്തിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് അങ്ങനെയാണല്ലോ, ഒരു ചാരിറ്റിയൊക്കെ ചെയ്യുന്ന ഞാനൊരു സ്വതന്ത്രനാണ് എന്നുള്ള ഒരു ഇമേജിലാണ് അദ്ദേഹം ഉള്ളത്, ഫിറോസ് ആണല്ലോ. അപ്പോൾ അതിൽ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഫൈറ്റിനപ്പുറത്ത് ഇദ്ദേഹത്തിൻ്റെ ചാരിറ്റി പ്രവർത്തനവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് ആകർഷകരായിട്ടുള്ള ചില ആളുകളുടെ വോട്ട്, അനുഭാവികളായവരുടെ വോട്ട് സ്വാഭാവികമായിട്ടും അങ്ങോട്ട് പോയിട്ടുണ്ടാവുന്നതാണ് നമ്മുടെ വിലയിരുത്തൽ. ജനങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് ജനങ്ങൾക്ക് അറിയുള്ളൂ. പക്ഷേ നമ്മൾക്കൊരു വിലയിരുത്തലുണ്ടാവുമല്ലോ അതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ നമുക്ക് വോട്ട് കുറഞ്ഞു, 10,000 തൊട്ട് താഴെയായി, 9,900. ഇത്തവണ അതിന് ശേഷം നടന്ന ജില്ലാ പഞ്ചായത്ത് ആവട്ടെ, പാർലമെൻറ്റ് ഇലക്ഷൻ ആവട്ടെ ഒക്കെ നല്ല വോട്ട് വന്നിട്ടുണ്ട്. ഇത്തവണ നമ്മൾ വീണ്ടും BJP തന്നെ ആ സീറ്റ് വാങ്ങുകയും 2014 മത്സരിച്ച എന്നെ തന്നെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിക്കുകയും ചെയ്തു. നല്ല മത്സരം നടന്നിട്ടുണ്ട്. DCC പ്രസിഡന്റ് തന്നെ UDFൻ്റെ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി മത്സരം കുറെ കൂടി സീരിയസ് ആയി. അതുപോലെ തന്നെ ജലീലിൻ്റെ നിലവിൽ വീണ്ടും തുടരുന്നു എന്നുള്ള നിലക്കുള്ള ഒരു മത്സരം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ശക്തമായി തന്നെ LDFും UDFും തമ്മിൽ സംസ്ഥാനത്ത് തന്നെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റിൻ്റെ ഒരു പ്രതിഫലനമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, തവനൂരിലുണ്ടായിരുന്നു. തവനൂരിൽ നമുക്ക് നമ്മുടെ പ്രതീക്ഷ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ഒരു 400,000 വോട്ട് വന്നിട്ടുണ്ട്. അതിത്തവണ അതിൻ്റെ മുകളിലേക്ക് ഒരു ടാർഗറ്റ് വെച്ച് ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിലും അതേ ട്രെൻഡ്, ലോക്സഭയ്ക്ക് ലഭിക്കുന്ന അതേ ട്രെൻഡിലേക്ക് എത്തിക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നല്ല ഒരു വോട്ട്, ഒരു 35,000 വോട്ടൊക്കെ എത്തണം എന്നുള്ള ആൾക്കാണ് നമ്മളെ പ്ലാൻ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. ഇത്തവണ അങ്ങനെ എത്തിയാൽ അടുത്ത തവണ ജയിക്കും. അതാണ് നമ്മുടെ അടുത്ത തവണ ജയിക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. ഇത്തവണ ജയിക്കാൻ തന്നെയാണ് മത്സരിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഞാനിപ്പോൾ അത് പറയുന്നതിൽ അർത്ഥമില്ല, പോളിംഗ് കഴിഞ്ഞ ശേഷം പറഞ്ഞിടത്തില്ല. പാർട്ടിയുടെ ഒരു പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ ഇത്തവണ മലപ്പുറം ജില്ലയിൽ നിന്ന് ആദ്യം ജയിക്കേണ്ട സീറ്റ് തവനൂർ സീറ്റാണ്. അപ്പോൾ ആ സീറ്റിൽ ഇത്തവണ അങ്ങനെ ഒരു പോരാട്ടം നടത്തുക, അനുകൂലമായ അന്തരീക്ഷമാണെങ്കിൽ നമുക്ക് കയറി വരാൻ പറ്റും, ഇല്ലെങ്കിൽ അടുത്ത തവണ മലപ്പുറം ജില്ലയിലൊരു BJPയുടെ ഭാഷ പോലെ A ക്ലാസ് മണ്ഡലമാണ്. A ക്ലാസ് മണ്ഡലമായി മാറണം. തവനൂര് ഇപ്പോൾ A ക്ലാസ് അല്ല, ആയി മാറണം. തവനൂരിൽ കടുത്ത മത്സരം ഏത് 2 തവണ ഇപ്പോൾ അവിടെ മത്സരിക്കാനുള്ള രവിയേട്ടൻ്റെ സ്വന്തം മണ്ഡലം കൂടിയാണ്. എൻ്റെ സ്വന്തം മണ്ഡലം താനൂരാണ്. ഞാൻ 2011 താനൂർ മത്സരിച്ചിട്ടുണ്ട്. ഏറ്റവും കടുത്ത മത്സരം, വാശിയേറിയ മത്സരം ഏതായിരുന്നു രവിയേട്ടൻ്റെ 2 മത്സരങ്ങളിൽ? എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്തവണയാണ്. കഴിഞ്ഞ 2016 കുറേ കൂടി ഒരു ജലീലിന് കുറേ കൂടി ഒരു അപ്പർ ഹോൾഡുള്ള ഒരു മത്സരമായിട്ടാണ് അന്നും ഫീൽ ചെയ്തിരുന്നത്. നമ്മൾ മത്സരിക്കുമ്പോൾ നമ്മളും ത്രികോണ മത്സരത്തിന് അന്തരീക്ഷം ഉണ്ടായി. ജലീൽ കുറച്ച് മുന്നിലും ഞങ്ങൾ UDF LDFും ഏതാണ്ട് ഒരേപോലെ ഫൈറ്റ് ചെയ്യുന്ന അന്തരീക്ഷമായിരുന്നു അന്നുണ്ടായിരുന്നു. ഇത്തവണ അന്തരീക്ഷം ഒന്നും കൂടി മാറിയിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടി അന്ന് 2014 ഞാൻ മത്സരിക്കുന്നതിനേക്കാൾ 10 കൊല്ലം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ആ മണ്ഡലത്തിലുണ്ടായിരുന്നു. ഞാൻ എൻ്റെ സ്വന്തം മണ്ഡലം താനൂരാണെങ്കിലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ആ മണ്ഡലത്തിന് സംഘടനാ ചുമതല ഉണ്ടായി. പിന്നെ ജില്ലാ പ്രസിഡന്റ് ആയപ്പോൾ അവിടെ ഉണ്ടായി. അവിടുത്തെ ആളുകളുടെ ദുഃഖത്തിലും സന്തോഷത്തിലൊക്കെ പങ്കുചേർന്ന മരണ വീടുകളിൽ, കല്യാണത്തിന്, പരിപാടികളിലൊക്കെ എത്തുന്ന രൂപത്തിൽ അവിടുത്തെ ജനകീയമായ വിഷയങ്ങളൊക്കെ ഇടപെടുന്ന രൂപത്തിലുള്ള ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് പാർട്ടിയുടെ ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നു, മത്സരിച്ച ആളുകൾ ആ മണ്ഡലം നഴ്സ് ചെയ്യണം എന്നാണ് നമുക്കുള്ള ഡയറക്ഷൻ. അത് പ്രകാരം ഞാനത് പാർട്ടി ചുമതലയുടെ ഒപ്പം അത് ശ്രദ്ധിച്ചിട്ട് അവിടെ നിന്നിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറേയും കൂടി ഇത്തവണ 3 മാസമാണ് 2014 സമയം കിട്ടിയെങ്കിൽ ഇത്തവണ 3 ആഴ്ച എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ എങ്കിലും നമുക്ക് കുറച്ചും കൂടി പരിചയമുള്ള സ്ഥലമായി മാറിയതുകൊണ്ട് കുറച്ചും കൂടിയൊക്കെ കാര്യങ്ങൾ ഇടപെടാനും ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട്. നല്ലൊരു മത്സരം നമുക്ക് ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ഇത്തവണ മത്സരിച്ചു എന്നതാണ്. 3 കൂട്ടരും നന്നായിട്ട് ഇത്തവണ മത്സരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അട്ടിമറി എങ്ങോട്ടുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ലോക്സഭാ ഇലക്ഷനുകളിൽ BJPക്ക് പല മണ്ഡലങ്ങളിലും നല്ല വോട്ട് BJPക്ക് പിടിക്കാൻ കഴിയാറുണ്ട്. യെസ്. തിരിച്ച് നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ
ആ വോട്ട് BJPയുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല. അത് BJP പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ BJP വേഴ്സസ് ആൻറ്റി BJP ആണ്, സിമ്പിളായിട്ട് പറഞ്ഞു. ഇപ്പോൾ അത് മോദി വേഴ്സസ് ആൻറ്റി മോദി എന്നുള്ള ആൾക്കാണ്. അപ്പം നരേന്ദ്രമോദി ഇല്ലെങ്കിൽ വാജ്പേയി അല്ലെങ്കിൽ BJP ആ ഒരു വിങ് ജയിക്കാൻ പോകുന്നു, അതിനെതിരായിട്ടുള്ള ഒരു എല്ലാവരും കൂടി ഒരു ഇത് വരുന്നു എന്നുള്ള ആൾക്കാണ് വരിക. അപ്പോൾ എന്ത് വരും വെച്ചാൽ ഈ LDF UDF തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന ചില വോട്ടുകളിൽ സെൻട്രലിലേക്ക് എത്തുമ്പോൾ ജയിക്കാൻ സാധ്യത BJP ആണ്. ഈ രണ്ട് കൂട്ടരും തമ്മിൽ ഇപ്പം ഇവിടെ ഫൈറ്റ് ചെയ്ത് നമ്മളെ വോട്ട് വേസ്റ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്നതുകൊണ്ട് ഇങ്ങോട്ട് വോട്ട് ചെയ്യുന്നുണ്ട് ആളുകൾ. പിന്നെ നാഷണൽ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ദേശീയമായ കാഴ്ചപ്പാട് ഇല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി, രാജ്യത്തിൻ്റെ വളർച്ച എന്നൊക്കെയുള്ള ആംഗിൾ ക്യാമ്പയിൻ പോയിൻറ്റ്സ് വരെയാണ്. ഇവിടെ അതല്ല. ഇവിടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ LDF UDF എന്ന് നോക്കും. അതിൻ്റെ ഒരു ചെറിയ വേരിയേഷനിൽ ഭരണം മാറിക്കൊണ്ടിരിക്കുന്ന കാലാകാലത്ത് നടക്കുന്ന സംഭവം അങ്ങനെ ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ വ്യത്യാസം വരുന്നത്. കേരളത്തിൽ BJP ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഇത് മാറും. ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഈ രണ്ട് മുന്നണിയും BJP കുറച്ച് പുറകിൽ നിൽക്കുന്നത് മാറും. അടുത്ത തവണത്തെ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്ക് ഒന്നുകിൽ വൺ നാഷൻ വൺ ഇലക്ഷൻ ആകുമ്പോൾ അതിൻ്റെ കൂടെ നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോഴേക്ക് ഇതിൻ്റെ സർക്കാർ 4 വർഷത്തെ സമയം കിട്ടും. അല്ല, അത് എങ്ങനെയാ വെച്ചാൽ അതിൻ്റെ സാങ്കേതികത്വം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഭരണഘടനാ വിദഗ്ധന്മാരും സർക്കാരും തീരുമാനിക്കട്ടെ. പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് വൺ നേഷൻ നടത്തുമ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അത് ഒന്നാക്കേണ്ടി വരും. അപ്പോൾ ലോക്സഭ 29 നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ SIR കഴിഞ്ഞു, ഇനിയിപ്പോൾ സെൻസസ് വരാൻ പോകുന്നു. അത് കഴിഞ്ഞാൽ മണ്ഡലം പുനർനിർണ്ണയം വരെ ഓരോ every 20 years മണ്ഡലങ്ങളുടെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ വന്ന് മണ്ഡലം പുനർനിർണ്ണയിക്കും. അപ്പോൾ ഈ 1/3 വനിതാ സംവരണം നടപ്പിലാവും. അപ്പോൾ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യും. ഏതാണ്ട് അത്രയും സീറ്റ് കൂടും. വർദ്ധിക്കുന്ന സംവരണ മണ്ഡലത്തിൽ എത്ര കൊടുക്കേണ്ടി വരുന്നത് അത്രയും സീറ്റോളം കൂടുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മത്സരം നടക്കുന്നതോടുകൂടി കേരളത്തിൻ്റെ പൊളിറ്റിക്സിൽ മാറ്റം വരും. സെൻട്രൽ നാഷണൽ ഇലക്ഷൻ്റെ കൂടെ സ്റ്റേറ്റ് ഇലക്ഷൻ നടക്കും. ക്യാമ്പയിൻ പോയിന്റുകൾ മാറും. കുറേ കൂടി BJP രണ്ട് മുന്നണികൾക്കും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സിനാരിയോ ഉണ്ട്, പോസ്റ്റ് ഇലക്ഷൻ സിനാരിയോ, തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പ്രതിഭാസം. അത് BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി താങ്കളുടെ ഈ ചോദ്യത്തിന് പ്രസക്തിയിലാണ്. ഇപ്പോൾ UDF നിലവിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തെരഞ്ഞെടുപ്പിൻ്റെ ടോട്ടൽ എത്ര ശതമാനം പോൾ ചെയ്തെന്നുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടാത്തതിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആശങ്ക BJPക്ക് ഉണ്ടോ? അല്ല, അത് പുറത്തുവിടാത്തതെന്ന് അങ്ങനെയൊന്നുമില്ല. ഇതെന്താ കണക്ക് കൂട്ടണം. ഇത് വെച്ചാൽ മുമ്പത്തെ പോലെ മെഷീനിലുള്ളത് വെച്ച് ടോട്ടൽ അടിച്ചു നോക്കാം. ഇത് പോസ്റ്റൽ വോട്ടുകളുണ്ടാവും, അത് പലതും വന്നിട്ടുണ്ടാവില്ല. അത് ചെയ്തതിൻ്റെ റിപ്പോർട്ടൊക്കെ എത്തണം. പോളിംഗ് കഴിഞ്ഞ് കൗണ്ടിങ് തമ്മിൽ വലിയ വ്യത്യാസമുള്ളതുകൊണ്ട് അതിൻ്റെ പല കണക്കുകളും ഇഷ്യൂ ചെയ്ത പേപ്പറുകൾ വരെ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കാനുണ്ടാവും. പിന്നെ ED മറ്റേ ഉദ്യോഗസ്ഥന്മാർ ചെയ്ത വോട്ടുകളുണ്ട്, പിന്നെ ഓപ്പൺ വോട്ടുകൾ. അല്ലല്ല, അങ്ങനെയല്ല. ഇത് ഇപ്പം ഓരോ വർഷം കൂടുന്തോറും ഈ പ്രായം ചെന്നവരുടെ വോട്ട് വേറെ ചെയ്യുന്നു. അങ്ങനത്തെ വോട്ടുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. മറ്റേത് ആകെ പോസ്റ്റൽ വോട്ട് പ്ലസ് മെഷീൻ വോട്ട് ഇല്ലെങ്കിൽ ബാലറ്റ് വോട്ടാണല്ലോ ഇപ്പോൾ. അപ്പോൾ അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ തയ്യാറെടുക്കാനുള്ള സമയം കൊണ്ടായിരിക്കും അവർ BJPക്ക് ഒരു ആശങ്കയില്ല. അത് എന്തൊരു ബന്ധമൊന്നുമില്ല. അത് കമ്മീഷൻ മറ്റേ കേരളത്തിൽ ഇപ്പം അതും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. നമ്മൾ ജയിക്കാവുന്ന സീറ്റുകളുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ ഇത്തവണ നമ്മൾ ജയിക്കാവുന്ന സീറ്റുകൾ, നിർണായകാവുന്ന സീറ്റുകൾ, ആ സീറ്റുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. പാലക്കാട് ഒരു മാധ്യമ പ്രവർത്തനത്തിൽ BJPയുടെ ഭീഷണി ഉണ്ടായിരുന്നു എന്നുള്ളൊരു വാർത്ത ഉണ്ടായിരുന്നു. എങ്ങനെയാണ് അത് എൻ്റെ ശ്രദ്ധപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു വാർത്ത. അത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ താങ്കൾ കണ്ട പോലെ വന്നു. ഈ മാധ്യമ പ്രവർത്തകൻ തന്നെയാണോ അദ്ദേഹം കൊടുത്തത് മാധ്യമപ്രവർത്തകൻ തന്നെയാണോ എന്ന് നോക്കണം. ഇപ്പം ഞാൻ ഇൻഡിവിജ്വലി രവി തേലത്താണ്. ഞാൻ BJPയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. നേരത്തെ ജില്ലാ പ്രസിഡൻ്റാണ്. അപ്പോൾ ഞാൻ ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിലക്കോ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ നിലക്കോ അല്ലെങ്കിൽ BJP കാൻഡിഡേറ്റ് എന്ന നിലക്കോ ആക്ട് ചെയ്യുന്നതും ഇൻഡിവിജ്വൽ രവി എന്നുള്ള ആക്ട് ചെയ്യുന്നതും വേറെയാണ്. അപ്പോൾ എൻ്റെ മോട്ടിവേഷൻ ഏത് റൂൾ പ്രകാരമാണ് ഞാൻ നിർവഹിക്കപ്പെടുന്നത് എന്നതിനനുസരിച്ചിരിക്കും. അത് മാധ്യമപ്രവർത്തനമുള്ള ആക്ഷേപമാണോ വ്യക്തികൾക്കുള്ള ആക്ഷേപമാണോ എന്നുള്ളത് എനിക്കറിയില്ല. അതിൻ്റെ വസ്തുത അറിയില്ല, ആ വിഷയം ഞാൻ പഠിച്ചിട്ടില്ല, എനിക്കറിയില്ല. എങ്കിലും ഞാനത് അഭിപ്രായപ്പെട്ടെന്ന് മാത്രം. അങ്ങനെ ചില വാർത്തകൾ കൂടെയുള്ള ആളുകൾ പൈസ കൊടുക്കാൻ ശ്രമിച്ചാൽ എന്തൊക്കെ വിവാദം ഫസ്റ്റ് കൊണ്ടുവന്നത് മാധ്യമപ്രവർത്തകനാണെന്നൊക്കെ പറയുന്നത്. അതിനുശേഷമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം എടുത്ത് മാധ്യമപ്രവർത്തകൻ്റെ പണിയാണോ അതോ അദ്ദേഹത്തിന് വല്ല താല്പര്യമുള്ള സംഘടനാ താല്പര്യങ്ങളോ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഗെയിമായിരുന്നോ? അത്തരം സാഹചര്യത്തിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് അറിയണം. ഞാനും താങ്കൾ അറിയുന്നത് പോലെ പുറമെന്ന് കാണുന്നതല്ലാത്ത വിവരങ്ങൾ ഞാനവിടെ സ്ഥാനാർത്ഥിയായിരുന്നല്ലോ. മൊത്തം വേറെ സ്ഥലത്ത് ക്യാമ്പയിന് പോയിട്ടില്ല. അവിടുത്തെ അതിനുശേഷം അവിടെ സംഘടനാ യാത്ര ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ വിവരങ്ങൾ കൂടുതൽ അറിയില്ല. ഇപ്പോൾ BJP പുതിയൊരു പ്രസിഡന്റ് വന്ന് ആ പ്രസിഡന്റ് വന്നതിലൂടെ തിരുവനന്തപുരം പോലത്തെ നഗരം ഭരണത്തിലെത്തി. ഇനിയൊരു മാറ്റം അതിൽ പുതിയ പ്രസിഡന്റ് ഉണ്ടാകുന്നുള്ള പ്രതീക്ഷ ഉണ്ടോ?
അല്ല, സംശയമില്ല. വെച്ചാൽ ബി ജെ പിക്ക് നമ്മളുടെ പൊളിറ്റിക്കൽ ബേസ് ചെയ്തിട്ട് ബി ജെ പി വരാവുന്ന ഒരു വരവ് കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കാലയളവോടുകൂടി ഏതാണ്ടായി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 20% വോട്ടായി. ഇനി ബി ജെ പിക്ക് വരേണ്ടത് അഡീഷണൽ വോട്ട് വരണം. അത് 2 മുന്നണികളിൽ നിന്ന് വരണം. ആ 2 മുന്നണികൾക്ക് വോട്ട് ചെയ്തിരുന്ന, അല്ലെങ്കിൽ ഇതുവരെ വോട്ട് ചെയ്യാതൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് ഇത്തവണ ഇനി ബി ജെ പിക്കും എൻ ഡി എക്കും വോട്ട് ചെയ്യണം എന്ന് തോന്നണം. അപ്പോൾ അവരെ ആകർഷിക്കാൻ യങ്സ്റ്റേഴ്സ്, ടെക്നോക്രാറ്റുകൾ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, അതർ പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് ഈ പൊളിറ്റിക്കൽ റൈവൽസായിട്ട് കാണാത്ത ഒരു ന്യൂ ഫേസ്, അത്തരം കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ബി ജെ പി ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ ദേശീയ നേതൃത്വം നിശ്ചയിച്ചത്. അതിൻ്റെ മാറ്റം നമ്മൾ കാണുന്നുണ്ട്. മാറാത്തത് ഇനി മാറുമെന്നുള്ള ആ ഒരു മുദ്രാവാക്യം കുറേയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു. കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷൻ തന്നെ അതിന് മാറ്റം കണ്ടു. അത് ഈ അസംബ്ലി ഇലക്ഷൻ ഉണ്ടാവും. ഈ അസംബ്ലി ഇലക്ഷൻ്റെ റിസൾട്ടിനനുസരിച്ച് അതിന് ട്രെൻഡ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. ഈ കഴിഞ്ഞ മന്ത്രിസഭയിൽ രവി തേലത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മന്ത്രി ആരായിരുന്നു? കഴിഞ്ഞ മന്ത്രിസഭയിൽ എനിക്ക് നിലവിലെ മന്ത്രിസഭയിൽ LDF മന്ത്രിസഭയാണ്. വാസ്തവത്തിൽ അതില്ലാത്ത ഒരാളെ ഇഷ്ടമില്ല എന്നുള്ളതാണ്. പിന്നെ പറയാൻ നിരോധന കാര്യം എന്നുള്ളവർക്ക് ഉള്ളതിൽ പറയാം രാമേന്ദ്രൻ കടന്നപ്പള്ളിയിലെ പേരും കണ്ട് പറയേണ്ടി വരും, പറയാൻ വേണ്ടി ഒരാളുണ്ടെങ്കിൽ. ബാക്കി എല്ലാവരും ഫെയിലിയറാണ് സത്യം. അതിന് തൊട്ട് മുന്നത്തെ അച്യുതാനന്ദൻ മന്ത്രിസഭയിലെ പിണറായിയുടെ ആദ്യത്തെ മന്ത്രിസഭയിലൊക്കെ ആണെങ്കിൽ കുറേ എഫിഷ്യൻസി ഉള്ളവരുണ്ടായിരുന്നു. ആ വാക്ക് ഉപയോഗിക്കാം. ഇഷ്ടമായിട്ടല്ല, അവരുടെ പ്രവർത്തനം പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിരിക്കും, അവരുടെ മുന്നണി തീരുമാനമായിരിക്കും, അതിന് നമുക്ക് എതിർപ്പുകളുണ്ട്. പക്ഷേങ്കിൽ ഇൻഡിവിജ്വലി കുറച്ച് കപ്പാസിറ്റി ഉള്ളവരുണ്ടായിരുന്നു. കഴിഞ്ഞ മന്ത്രിസഭയിൽ കഴിഞ്ഞത് പിണറായി ഒന്നിട്ടുണ്ടായിരുന്നു, അച്യുതാനന്ദൻ്റെ മന്ത്രിസഭയിലുണ്ടായിരുന്നു. പറയാനാണെങ്കിൽ ഈ മന്ത്രിസഭ പിണറായി 2 വന്നപ്പോഴേക്ക് അങ്ങനത്തെ ഒരാളുമില്ല. ആ ഹെൽത്ത് മിനിസ്റ്ററൊക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാലോ. പിന്നെ ഈ ധനകാര്യമന്ത്രിക്കൊന്നും ഇതെന്താന്ന് പോലും, എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയുന്നില്ല. വ്യവസായ മന്ത്രി എന്തൊക്കെ കണക്ക് വരുന്നത്, കേന്ദ്രം കൊടുത്ത PMEGPൻ്റെ കണക്കൊക്കെ ചേർത്ത്, സ്റ്റാർട്ടപ്പിൻ്റെ കണക്കൊക്കെ ചേർത്ത് ഇത്രയും കണക്കുണ്ടായി കള്ളക്കണക്കുണ്ടാക്കി വിട്ടു. എങ്ങനെ ഇവരൊക്കെ ഇഷ്ടപ്പെടാൻ എന്തെങ്കിലും ക്വാളിറ്റി വേണ്ടേ? റിയാസിന്റെ പാലം പണി നമുക്കറിയാം എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് കാര്യങ്ങൾ. സത്യത്തിൽ റോഡിന്റെ ദേശീയപാതയുടെ അവകാശിയായിരുന്നു. സംശയമില്ല, അതൊക്കെ അതിന് നമ്മൾ ചർച്ച ചെയ്യണ്ട. എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞല്ലോ, ദേശീയപാത പൊളിയുന്ന സ്ഥലം വന്നപ്പോൾ അതിന് എനിക്കൊരു പങ്കുമില്ല എന്ന് പറയാം. എവിടെയെങ്കിലുമൊക്കെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ അവിടെ ഇറങ്ങിയിട്ട് റീൽസ് എടുക്കുക. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയും വ്യാപകമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് ഓൺലൈൻ മീഡിയക്കാർക്കൊക്കെ നല്ലോണം അറിയുന്നുണ്ട്. നമ്മളിപ്പോൾ ആ കാര്യത്തിൽ പറയുന്നതിൽ അർത്ഥമില്ല. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയല്ലേ, സംശയമില്ല കാര്യത്തിൽ. കുറച്ച് ആളുകളുടെ പേര് പറഞ്ഞാൽ ആരാണ് ഒറ്റവാക്കിൽ ഉത്തരം പറയാൻ പറ്റും? അദ്ദേഹം ആരാണ്? നരേന്ദ്രമോദി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി. എങ്ങനെ വിശേഷിപ്പിക്കും രവി തേലത്തിൻ്റെ ഭാഷയിൽ? ഏറ്റവും ഇന്ത്യ കണ്ടിട്ടുള്ള നമ്പർ 1 അഡ്മിനിസ്ട്രേറ്റർ. രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ എ ഫെയിലിയർ ഓപ്പോസിഷൻ ലീഡർ. പിണറായി വിജയൻ ഓൺലി എ പൊളിറ്റിക്കൽ ലീഡർ ഡിപ്പെൻഡിങ് ഓൺ ഹിസ് പാർട്ടി. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ലീഡർ എന്നുള്ള അപ്പുറത്ത് അദ്ദേഹത്തിനൊന്നും പറയാൻ പറ്റില്ല. രാജീവ് ചന്ദ്രശേഖർ വിഷനുള്ള ഒരു ലീഡറാണ്. നല്ല വിഷൻ. കെ സുരേന്ദ്രൻ പൊളിറ്റിക്കൽ അജിറ്റേറ്ററാണ്. വി ഡി സതീശൻ ഒരു പൊളിറ്റിക്കൽ ലീഡർ, UDFൻ്റെ ലീഡർ. പി കെ കുഞ്ഞാലിക്കുട്ടിയും ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്. പക്ഷേ കുറേയും കൂടി അയാൾ ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ എന്നൊക്കെ നിലക്ക് കുറച്ചും കൂടി അവധാനത്തോട് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടിയോടും അദ്ദേഹത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന എന്തൊക്കെ ഉണ്ടോ അതിനോട് അദ്ദേഹത്തിന് 100% കമ്മിറ്റ്മെൻറ്റാണ്. പക്ഷേ തമ്മിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. കെ ടി ജലീൽ കുറച്ച് വിദ്യാഭ്യാസം വിവരമൊക്കെ ഉള്ള മനുഷ്യനാണ്. പക്ഷേ MLA എന്നുള്ള അദ്ദേഹം ഫെയിലിയറാണ്. ശൈലജ ടീച്ചർ ശൈലജ ടീച്ചറെ കുറിച്ച് മീഡിയ ഉണ്ടാക്കി വെച്ച സംഗതിയാണ്. അത് മറ്റേ PP കിറ്റിൻ്റെ കണക്ക് വന്നപ്പോൾ തന്നെ പൊളിഞ്ഞതല്ലേ, ഊതി ഉറപ്പിച്ചൊരു. ഷാഫി പറമ്പിൽ കോൺഗ്രസിന് ഒരു അസറ്റാണ്, കോൺഗ്രസിൻ്റെ ഒരു അസറ്റാണ്. സ്വാഭാവികമായിട്ടും BJPക്ക് ഭീഷണിയാവുമല്ലോ, അങ്ങനെയല്ലേ പറയാൻ പറ്റും. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയണോ? ഹൂ കെയർ? അതിനുള്ള ആൻസർ അതാണ്, മറുപടി അതാണ്. അത്രേ ഉള്ളൂ. ഒന്നും പറയാനില്ല. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കുറേ ചർച്ച ചെയ്തതാണ് മീഡിയ. എന്തായാലും എല്ലാവിധ ഭാവങ്ങളുണ്ട്. സന്തോഷം കാണാനും കൂടി ചേരാനും കൂടി സംസാരിക്കാൻ സാധിച്ചത്. താങ്ക് യു.